മുദ്രാശാസ്ത്രത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് സന്തുലനം ഒരു പ്രകൃതി നിയമമാണ്. ഭൂമിയും ജലവും തമ്മിലും വായുവും ആകാശവും തമ്മിലും ചൂടും തണുപ്പും തമ്മിലും ഈ പ്രകൃതിയിൽ ഒരു അനുപാതം നിലനിൽക്കുന്നുണ്ട്. ഈ അനുപാതം തെറ്റുമ്പോൾ അത് പരിതസ്ഥിതിയുടെ അസന്തുലനത്തിനും ഒരുപക്ഷെ മനുഷ്യരാശിയുടെ തന്നെ അന്ത്യത്തിനും കാരണമാകും. ഇക്കാരണത്താലാണ് ലോകം മുഴുവൻ ആഗോളതാപനത്തെപ്പറ്റി വ്യാകുലപ്പെടുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഇതേപോലെ സന്തുലനം ആവശ്യമാണ്. അസന്തുലനങ്ങളെ നമ്മൾ ഭയപ്പെടുന്നതിനാലാണ് സന്തുലനമായ ഭക്ഷണത്തെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്നത്. വ്യക്തിയും സമൂഹവും ഈ പ്രപഞ്ചവും എല്ലാം തന്നെ ഒരു സന്തുലനത്തിൽ ഊന്നിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്. നമ്മുടെ പ്രപഞ്ചവും അതിലെ സകല ജീവജാലങ്ങളും ചെടികളും മനുഷ്യനുമെല്ലാം തന്നെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം അല്ലെങ്കിൽ ശൂന്യത എന്നും പറയാം. ഇവയാണ് പഞ്ചഭൂതങ്ങൾ. ഇവ ഒരു നിശ്ചിത അനുപാതത്തിലാണ് സഹവർത്തിക്കുന്നത്. എന്നിരുന്നാലും പലപ്പോഴും പല കാരണങ്ങളാൽ ഇവയുടെ സന്തുലനങ്ങൾ മാറ്റം ഉണ്ടാകുന്നുണ്ട്. എപ്പോഴെല്ലാം ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നുവോ അതിനെ തിരിച്ച് സന്തുലനമാക്കാൻ വേണ്ട പ്രക്രിയ അപ്പോൾ തന്നെ ആരംഭിക്കുന്നുമുണ്ട്. ഇത് പ്രകൃതി നിയമമാണ്. ദൈവികമായി സൃഷ്ടിക്കപ്പെട്ട എല്ലുകളും പേശികളും രക്തവും ശ്വാസവും ചൂടും അകമേയുള്ള ശൂന്യതയും എല്ലാം ചേർന്ന ഒരു അതുല്യ സംവിധാനമാണ് മനുഷ്യ ശരീരം എന്ന് പറയാം. പഞ്ചഭൂതങ്ങളുടെ വളരെ സൂക്ഷ്മമായ സന്തുലനാവസ്ഥ പ്രകൃതിയിൽ എങ്ങനെയാണോ അതേപോലെയാണ് മനുഷ്യ ശരീരത്തിലും ക്രമീകരിച്ചിരിക്കുന്നത്. ഇവയിൽ നിന്ന് ഏതെങ്കിലും എടുത്തു കളഞ്ഞാൽ ശരീരം നിലംപതിക്കും. ഒരു ചെറിയ അസന്തുലനാവസ്ഥ പോലും നമ്മെ രോഗാവസ്ഥരാക്കുന്നു. എന്നാൽ ആന്തരികവും ബാഹ്യവുമായ അനേകം കാരണങ്ങളാൽ ചെറിയ അസന്തുലനങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ചിന്താരീതി, പെരുമാറ്റം, ജീവിത രീതി, പ്രതികരണങ്ങൾ എല്ലാം ഈ അസന്തുലനാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ടാകുന്ന അസന്തുലനങ്ങൾ നമ്മുടെ ബോധമനസ്സിൻ്റെയും അബോധ മനസ്സിൻ്റെയും പ്രവർത്തന ഫലമായി തിരികെ സന്തുലനമാവുന്നുമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പ്രവർത്തിക്കാൻ ജാഗരൂകമായിരിക്കും എപ്പോഴും. ഈ അസന്തുലനങ്ങളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നമ്മൾ ബാഹ്യമായ ഇടപെടലുകൾ നടത്താറുണ്ട്. അതായത് വൈദ്യശാസ്ത്രം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അസന്തുലനങ്ങളെയും ഇല്ലാതാക്കി സന്തുലനം പുനഃസ്ഥാപിക്കുകയാണ് ശ്രമിക്കുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനം വളരെയധികം സങ്കീർണമാണ് എന്ന് പറയും. ധാരാളം രാസപ്രവർത്തനങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അനേകം ഗ്രന്ഥികൾ, ഹോർമോണുകൾ, എൻസൈമുകൾ, മറ്റ് ദ്രവങ്ങൾ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന വ്യത്യസ്ത തരം കാന്തിക, വൈദ്യുത, രാസിക പ്രവർത്തനങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇവയുടെ എല്ലാം പ്രവർത്തന ഫലമായാണ് ശരീരം സുഖകരമായി പ്രവർത്തിക്കുന്നത്. ഈ ശക്തികളെല്ലാം ചേർന്നതിനെ ജീവശക്തി എന്നാണ് പറയുന്നത്. ഈ ജീവശക്തി അല്ലെങ്കിൽ പ്രാണശക്തിയും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇതിലേതെങ്കിലും ഒരു മൂലകത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ പ്രാണശക്തിയെ ക്ഷീണിപ്പിക്കുന്നുണ്ട്. പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ അളവ് വ്യത്യാസം വരുമ്പോൾ ജലദോഷം, ചുമ, സൈനസൈറ്റിസ്, ആസ്മ, നീർവീക്കങ്ങൾ, രക്തം നേർക്കുന്നതിൻ്റെയോ കട്ടപിടിക്കുന്നതിൻ്റെയോ പ്രശ്നങ്ങൾ, മൂത്രസംബന്ധമായ രോഗങ്ങൾ, പ്രജനനേന്ദ്രിയ രോഗങ്ങൾ ഇവയ്ക്കൊക്കെ കാരണമാകുന്നുണ്ട്. അതുപോലെ ഭൂമി എന്ന മൂലകത്തിലാണ് മാറ്റമെങ്കിൽ
ക്ഷീണം, മേധസ്, എല്ലുകളുടെയും പേശികളുടെയും രോഗങ്ങൾ എന്നിവയുണ്ടാകും. അതുപോലെ അഗ്നിസംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിലോ പനി, കുളിര്, ത്വക്ക് രോഗങ്ങൾ, ഉയർന്ന ചൂടോ തണുപ്പോ, ക്ഷീണം, അമ്ലത, പ്രമേഹം, മാനസിക രോഗങ്ങൾ എന്നിവയുണ്ടാക്കുന്നു. വായു എന്ന മൂലകത്തിലാണ് വ്യത്യാസമെങ്കിൽ ഞരമ്പ് രോഗങ്ങളും രക്തസമ്മർദ്ദ പ്രശ്നങ്ങളും ശ്വാസകോശ രോഗങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഇവയൊക്കെ ഉണ്ടാകും. ആകാശതത്വത്തിലാണ് പ്രശ്നമെങ്കിൽ തൈറോയ്ഡ് പ്രശ്നങ്ങൾ, സംസാര സംബന്ധമായ പ്രശ്നങ്ങൾ, അപസ്മാരം, മാനസിക രോഗങ്ങൾ, ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയൊക്കെയും ഉണ്ടാകും. നമ്മുടെ 5 കൈവിരലുകളിൽ ഓരോന്നും ഓരോ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഈ ഊർജപ്രവാഹം ഓരോ വിരലുകളിലൂടെയും അനുസ്യൂതം തുടരുന്നുമുണ്ട്. തള്ളവിരൽ അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. ചൂണ്ടുവിരലോ വായുവിനെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ നടുവിരൽ ആകാശത്തിനെ പ്രതിനിധീകരിക്കുന്നു. മോതിരവിരൽ ഭൂമിയെയും ചെറുവിരൽ ജലത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ 5 വിരലുകൾ എന്തിനായിരിക്കും ഇത്ര പല വലുപ്പത്തിലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഏറ്റവും വലുത് ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന നടുവിരലാണ്. പ്രപഞ്ചത്തിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും ആകാശതത്വമാണ് ഏറ്റവും അധികം എന്ന് നമ്മളെ നടുവിരൽ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് പുറത്തേക്ക് നമ്മൾ എങ്ങോട്ട് നോക്കുമ്പോഴും നാം ആകാശമാണ് കാണുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ 75,000 ബില്യൺ സെല്ലുകളുണ്ടത്രേ. ഈ സെല്ലുകൾക്കിടയിലും ആകാശ സാന്നിധ്യമായ വിടവുകളുണ്ട്. അതിനാൽ ഈ ആകാശമാണ് ഏറ്റവും വലിയ തത്വം. അതായത് നടുവിരലാണല്ലോ ഏറ്റവും വലുത്, അതാണ് ആകാശം. കൈകളുടെയും വിരലുകളുടെയും വലിപ്പവും രൂപവും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് യുക്തിസഹമായ കാരണത്താലാണ്. ഓരോ വിരലുകളും അവ പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളുടെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. ഒരു വൈദ്യനാലോ യന്ത്രത്താലോ പുനർനിർമ്മിക്കാൻ കഴിയാത്തത്ര സങ്കീർണമായതാണ് നമ്മുടെ ശരീരത്തിൻ്റെ സൃഷ്ടി, അല്ലേ? ഏറ്റവും വേഗമേറിയ കമ്പ്യൂട്ടറിനെ പോലും നമ്മുടെ തലച്ചോറ് അതിശയിപ്പിക്കും. ശരീരത്തിലെ അത്ഭുത രാസനിർമ്മാണശാലകളായി ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം ഗർഭാവസ്ഥ മുതൽ മരണം വരെ അനുസ്യൂതം തുടരുന്നുണ്ട്. ശ്വാസകോശം രക്തം ശുദ്ധീകരിക്കുമ്പോൾ കിഡ്നി അനാവശ്യ വസ്തുക്കളെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഏകദേശം 100 വർഷം നിലനിൽക്കാനുള്ള പ്രാപ്തിയിലാണ് ദൈവം മനുഷ്യ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയും. ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ട പ്രതിരോധ വ്യവസ്ഥകളും പ്രകൃതി നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. കോശങ്ങളുടെയും ഞരമ്പുകളുടെയും ഒരു ശൃംഖലയാണ് പ്രതിരോധ വ്യവസ്ഥ. ഇതിലൂടെ അനുസ്യൂതം ഊർജം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഊർജപ്രവാഹത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ രോഗികളാകുന്നത്. എങ്ങനെയാണ് നമ്മൾ രോഗികളാവുന്നത് എന്ന് ഓർത്തിട്ടുണ്ടോ? ശരീരത്തിലെ ഊർജപ്രവാഹത്തിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങളാണ് യഥാർത്ഥ രോഗകാരണം. നമ്മുടെ ശരീരത്തിലെ പ്രധാന നിയന്ത്രണിയായ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ഈ ഊർജപ്രവാഹത്തെ നിയന്ത്രിക്കുന്നത്. ഈ ഗ്രന്ഥി മറ്റു ഗ്രന്ഥികളെ നിയന്ത്രിക്കാനുള്ള ഹോർമോണുകൾ കൂടി നിർമ്മിക്കുന്നുണ്ട്. മാനസികമോ ശാരീരികമോ വൈകാരികമോ ആയ പ്രശ്നങ്ങൾ, അതുപോലെ സ്നേഹമോ ദേഷ്യമോ അസൂയ ഇങ്ങനെയുള്ള ഒരുപാട് ഭാവങ്ങളില്ല. ഇവയൊക്കെയും ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന് പറയാം. ഇത്തരത്തിൽ ഈ ഗ്രന്ഥി മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ശരീരത്തിലെ ജീവശക്തിയുടെ പ്രവാഹത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയാം. അതുപോലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ആക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ബാക്കിയുള്ള എല്ലാ ഹോർമോണുകളെയും അതിൻ്റേതായ തുലനം കൈവരിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് മെഡിറ്റേഷൻ വളരെ നന്നായി എനർജിയോടെ ചെയ്യുമ്പോൾ പലർക്കും പല അസുഖങ്ങളും മാറിപ്പോകുന്നതായി കാണുന്നുണ്ട്. ഇനി കൈകളിലെ 5 വിരലുകളും പ്രാണശക്തിയുടെ സങ്കേതങ്ങളാണ്. വിരലുകളുടെ അഗ്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഊർജം പ്രവഹിക്കാൻ പറ്റുന്നത്. ഈ 5 വിരലുകളും ഉപയോഗിച്ച് പഞ്ചഭൂതങ്ങൾ തമ്മിലുള്ള ഒരു സന്തുലനം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. ഏത് രോഗാവസ്ഥയായാലും ഈ 5 വിരലുകളും ഉപയോഗിച്ച് നമുക്ക് പ്രാണശക്തിയെ സന്തുലനത്തിലേക്ക് കൊണ്ടുവരാം. അതുവഴി ആരോഗ്യം നിലനിർത്താനും സാധിക്കും. രോഗങ്ങൾ ഹൃദ്രോഗമോ പ്രമേഹമോ വൃക്കരോഗമോ ഏതു രോഗവുമായാലും പ്രാണശക്തിയുടെ സന്തുലനം നഷ്ടപ്പെടുന്നതിനാലാണ് ഇവ ഉണ്ടാകുന്നത്. ഈ പ്രാണശക്തിയുടെ ഒഴുക്ക് വിരലുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ് രോഗശമനം ഉണ്ടാകുന്നത്. ഈ ഊർജം സുഗമമായി പ്രവഹിക്കാൻ വിരലുകളെ പ്രത്യേക രീതിയിൽ നമ്മൾ പിടിക്കുന്നത് വഴി മുദ്രാശാസ്ത്രത്തിലൂടെ നമുക്ക് പല അസുഖങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ അസുഖം വരുന്നതിന് മുന്നേ നിങ്ങൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം വരാതെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയും. അതായത് അസുഖം വന്നിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ സമയം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ടി വരും. അല്ലാതെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പല മുദ്രകളുണ്ട് വളരെ കുറച്ച് സമയം ചെയ്യാൻ കഴിയുന്നത്. അതായത് ചികിത്സയുടെയും രോഗപ്രതിരോധത്തിൻ്റെയും ഒരു സമ്പൂർണ്ണ ശാസ്ത്രമാണ് ഈ മുദ്ര. മരുന്നുകളുടെ കാര്യത്തിലും ശസ്ത്രക്രിയയുടെ കാര്യത്തിലും ആധുനിക വൈദ്യം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും പോംവഴിയെങ്കിലും ശസ്ത്രക്രിയ എല്ലായ്പ്പോഴും ആവശ്യമുണ്ടാകില്ല. ആക്സിഡൻറ്റ് പോലുള്ള സന്ദർഭത്തിലോ മരുന്നുകൾ ഫലിക്കാത്ത സമയത്തോ മാത്രം മതിയാകും സർജറി. ഏറ്റവും കൂടുതൽ ചികിത്സകൾ നടക്കുന്നത് മരുന്നുകൾ ഉപയോഗിച്ചാണ്. യഥാർത്ഥത്തിൽ മരുന്നുകൾ എന്താണ് ചെയ്യുന്നത്? ശരീരത്തിൻ്റെ രാസപ്രക്രിയകളെയും ഉപാപചയത്തെയും മാറ്റിമറിച്ചാണ് മരുന്നുകൾ രോഗമുക്തി ഉണ്ടാക്കുന്നത്. മരുന്നുകൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ധാരാളം പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അവ പലപ്പോഴും അപകടകരവും ദീർഘകാലം നിലനിൽക്കുന്നതും ആരോഗ്യത്തെ താറുമാറാക്കുന്നതുമായിരിക്കും. മാത്രമല്ല കൺസൾട്ടേഷൻ ഫീസ്, ലബോറട്ടറി പരിശോധനാ ചാർജുകൾ, മരുന്നുവില എന്നിവ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചികിത്സ കൂടുതൽ അപ്രാപ്യമായ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഏതു തരം ചികിത്സയുമായാലും അവ ദിനംപ്രതി ചിലവേറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല രോഗശമനത്തിൽ അവ ഉറപ്പൊന്നും നൽകുന്നുമില്ലതാനും. യോഗയിലെ ആസനങ്ങളും പ്രാണായാമങ്ങളും പോലും ശാരീരിക ക്ഷീണവും വേദനയും ഉള്ളവർക്ക് അഭ്യസിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായി ആകുന്നു. പ്രാപ്തരായ ആചാര്യന്മാരും ഇതിനാവശ്യമുണ്ട്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ആസനങ്ങളും പ്രാണായാമങ്ങളും പരിശീലിക്കാനുള്ള സമയം കണ്ടെത്താനും സാധിക്കുന്നുമില്ല. യാതൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാത്തതാണ് ഈ മുദ്രാ ചികിത്സ. 1 മിനിറ്റ് പോലും സമയം അധികം ചെലവാക്കാതെ രോഗപ്രതിരോധവും രോഗശമനവും മുദ്രകൾ ഉപയോഗിച്ച് അത്ഭുതകരമായ രീതിയിൽ നമുക്ക് സാധ്യമാക്കാം എന്ന് പറയാം. ഇത് ദൈവദത്തമായ ഒരു സമ്മാനമാണ്. സൂര്യനും ചന്ദ്രനും വായുവും ജലവും വൃക്ഷങ്ങളും ജീവസന്ധാരണത്തിനായി നൽകിയതുപോലെ ആരോഗ്യ സംരക്ഷണം കൈവിരലുകളിലൂടെ സാധ്യമാക്കി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ പ്രകൃതി. മുദ്രാ പരിശീലനത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഉപകരണങ്ങളോ വിദഗ്ധന്റെ സഹായമോ ഒന്നും ആവശ്യമില്ല. എവിടെയും നമുക്കത് പരിശീലിക്കാം. നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ TV കാണുമ്പോഴോ എല്ലാം. ഇവ രോഗശമനം വരുത്തുന്നതല്ലാതെ മറ്റു പാർശ്വഫലങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുകയില്ല. ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും അനുയോജ്യമായ മുദ്രകളുണ്ട്. മാനസിക ശാരീരിക വളർച്ച, മാനസിക സമ്മർദ്ദം, ക്ഷീണം, അമിതഭാരം, തലവേദന, ഹൃദ്രോഗം തുടങ്ങിയവ ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ രോഗങ്ങളിലും സഹായിക്കുന്ന മുദ്രകളുമുണ്ട്. ഓർമ്മശക്തി വർദ്ധിക്കുവാനും ശ്രദ്ധ വർദ്ധിക്കുവാനും
ഉയരവും ശക്തിയും വർദ്ധിക്കുവാനും സ്ത്രീ സംബന്ധമായ രോഗങ്ങളിൽ സഹായിക്കുവാനും ഒക്കെയും സഹായിക്കുന്ന മുദ്രകളുണ്ട്. മുദ്രകൾ ഉപയോഗിച്ച് ചെവിവേദന 2 മിനിറ്റ് കൊണ്ട് സുഖപ്പെടുത്താം എന്ന് പറയാം. ഹൃദയധമനികളിലെ ബ്ലോക്കുകൾ മാറ്റാം. ഹൃദ്രോഗത്തിൽ നിന്ന് മോചനം നേടാം. അതുപോലെ സിസേറിയനും ശസ്ത്രക്രിയയിൽ നിന്ന് പോലും ഇതിൽ നിന്നും ഈ ഒരു മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോചനം നേടാം എന്ന് പറയും. ഇത് ഒരു മൃതസഞ്ജീവനി മുദ്ര എന്ന് പറയുന്ന മുദ്രയുണ്ട്. അത് ബ്ലോക്ക് ഉണ്ടായി നിങ്ങൾ അതിനുശേഷം ഈ മുദ്ര പിടിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയാൽ ആ മുദ്ര ആ ബ്ലോക്ക് അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടാവും. ഇതൊക്കെ തെളിവുകളുണ്ട് ഒരുപാട് പേർക്ക്. അതായത് നമ്മുടെ വിരലുകൾ ദൈവികമായ ഔഷധശാല തന്നെയാണ് എന്ന് പറയും. മുദ്രകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. അതായത് നമ്മുടെ ശരീരം ഒരു കെമിക്കൽ ഫാക്ടറി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവയിൽ ധാരാളം ഗ്രന്ഥികളും ഹോർമോണുകൾ, ആസിഡുകൾ, എൻസൈമുകൾ, മറ്റു അനേകതരം രാസപ്രവർത്തനങ്ങൾ ഒക്കെയും നടക്കുന്നുണ്ട്. അനേകതരം രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സുഗമമായ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു. ഇവയുടെ എല്ലാം പ്രവർത്തനം കൊണ്ട് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജ ഉൽപ്പാദനം നടത്തപ്പെടുന്നു. ഈ ഊർജ്ജം ഏറ്റവും കൂടുതൽ നമ്മുടെ വിരലുകളിലൂടെയാണ് പ്രവഹിക്കുന്നത്. ഇതിൽ തള്ളവിരൽ അഗ്നിയെയും ജ്ഞാനത്തെയും വിവേകത്തെയും പ്രതിനിധീകരിക്കുന്നു. ചൂണ്ടുവിരൽ വായുവിനെയും നടുവിരൽ ആകാശം അല്ലെങ്കിൽ ശൂന്യതയെയും മോതിരവിരൽ ഭൂമിയെയും ചെറുവിരൽ ജലത്തെയും പ്രതിനിധീകരിക്കുന്നു. തള്ളവിരൽ മറ്റ് 4 വിരലുകളോട് തനിയെയോ ഒന്നിൽ കൂടുതലോ ആയി ചേർക്കുമ്പോൾ അവയുടെ ശക്തി വർദ്ധിക്കുന്നു. അവയിലെ പ്രാണന്റെ ഒഴുക്ക് വർദ്ധിക്കുകയും ശരിയായ സന്തുലനത്തിലേക്ക് വരികയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നുണ്ട്. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് വെച്ച് നമ്മൾ ധാരാളം സമയം ധാരാളം സമയം ഒരുപാട് കാലം ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി ഒരുപാട് വർദ്ധിച്ച് നമുക്ക് പാസ്റ്റ് ലൈഫ് മെമ്മറി വരെ കിട്ടും എന്ന് പറയും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള ആ ഒരു കഴിവും നമുക്ക് ലഭിക്കുമെന്ന് പറയും. നമുക്കറിയാലോ, ശിവഭഗവാൻ ഈ മുദ്രയിലാണല്ലോ എപ്പോഴും ധ്യാനത്തിലിരിക്കുന്നത്. അതായത് ഇത് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് പറയും. അതുപോലെ മോതിരവിരലും തള്ളവിരലും ചേർത്ത് വെക്കുമ്പോൾ ശക്തിയും ജീവസ്സും വർദ്ധിക്കുന്നു. തള്ളവിരൽ ചെറുവിരലുമായി ചേർക്കുമ്പോൾ ശരീരത്തിലെ ജലാംശം വർദ്ധിക്കുന്നു, യുവത്വം കൂടുകയും ചെയ്യും. അതുപോലെ തള്ളവിരലും നടുവിരലും ചേർന്നാൽ നമ്മുടെ കേൾവി ശക്തി വർദ്ധിക്കുകയും ചെയ്യും. വിരലുകളുടെ അഗ്രങ്ങൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഈ വിരലുകളുമായി ബന്ധപ്പെട്ട തത്വങ്ങൾ വർദ്ധിക്കുന്നത്. എന്നാൽ വിരലുകൾ മടക്കി തള്ളവിരലുകളാൽ ചെറുതായി മറ്റു വിരലുകളിൽ അമർത്തുമ്പോൾ ആ വിരലുകളുമായി ബന്ധപ്പെട്ട തത്വം കുറയുകയാണ് ചെയ്യുന്നത്. കുറഞ്ഞുള്ള സന്തുലനമാണ് ഉണ്ടാകുന്നത്. ഓരോ വിരലുകൾക്കും 3 ഭാഗങ്ങളുണ്ട്. നമ്മൾ വിരലിൻ്റെ താഴെ ഭാഗം സ്പർശിക്കുമ്പോൾ ആ വിരലുമായി ബന്ധപ്പെട്ട പഞ്ചഭൂത തത്വം വർദ്ധിക്കുന്നു. ആ വിരലിൻ്റെ മധ്യഭാഗം സ്പർശിക്കുമ്പോൾ ആ തത്വം കുറയുന്നു. മുകൾ ഭാഗം സ്പർശിക്കുമ്പോൾ ആ തത്വം സന്തുലനത്തിലേക്ക് വരുന്നു. ഇതാണ് മുദ്രാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വം. വിരലുകളെ ഒന്നൊന്നായും ഒന്നിൽ കൂടുതലും ചേർത്ത് വെച്ച് നമുക്ക് ധാരാളം മുദ്രകൾ നിർമ്മിക്കാം. നമ്മുടെ ശരീരത്തിലെ ഊർജ വിതരണ സംവിധാനത്തിൽ 7 പ്രധാന ചക്രങ്ങളുണ്ട്. ഇതിൽ ഓരോ ചക്രങ്ങളും നമ്മുടെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ഗ്രഹങ്ങളുടെ സ്ഥാനവും മറ്റും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ 5 വിരലുകൾ 5 ഗ്രഹങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ ആധിപത്യവും ഈ മുദ്രകളുടെ ഉപയോഗം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ശനിയുടെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും അപഹാരങ്ങൾ മുദ്രകളാൽ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ തള്ളവിരൽ അഗ്നിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുപോലെ മണിപൂരക ചക്രമായിട്ടും ചൊവ്വാഗ്രഹമായിട്ടും പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ ചൂണ്ടുവിരൽ വായുവിനെയും ഹൃദയചക്രം അഥവാ വ്യാഴഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. നടുവിരൽ ആകാശത്തെയും അതുപോലെ കണ്ഠചക്രത്തെയും ശനിയെ പ്രതിനിധാനം ചെയ്യുന്നു. മോതിരവിരൽ റിംഗ് ഫിംഗർ ഭൂമിയെയും മൂലാധാരത്തിനെയും അതായത് സൂര്യനെയും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയും. ചെറുവിരൽ ജലത്തെയാണ്, സ്വാധിഷ്ഠാന ചക്രമാണ് ബുധൻ ഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നും പറയും. നമ്മുടെ ആത്മീയ പുരോഗതിക്കായും മുദ്രകളെ ഉപയോഗിക്കാം. യഥാർത്ഥത്തിൽ മുദ്രകൾ നമ്മുടെ മുനിമാർ വിഭാവനം ചെയ്തത് മുഖ്യമായും ബോധോദയ പ്രാപ്തിയിലേക്കുള്ള വഴി സുഗമമാക്കാനും ആ യാത്രയിൽ ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. മുദ്രകളുടെ ഉപയോഗം നിമിത്തം നമുക്ക് ശരീരത്തിലുള്ള വ്യത്യസ്ത ഊർജങ്ങളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനാവും. വൈദ്യശാസ്ത്രങ്ങൾ രോഗങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ മുദ്രചികിത്സ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുകയാണ് ചെയ്യുന്നത്. അതും യാതൊരു മരുന്നുകളോ ഉപകരണങ്ങളുടെ സഹായവുമില്ലാതെ ആണ് ഇവ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മളിൽ തന്നെയും ദൈവീകമായി ലഭിച്ച ശരീരത്തിലും വിശ്വസിക്കണം. ശരീരം മനുഷ്യനിർമ്മിതമല്ല, ദൈവിക സൃഷ്ടിയാണ്. ശരീരത്തിലെ ഊർജ വ്യാപന നിയന്ത്രണത്തിനുള്ള മാർഗങ്ങളും ദൈവികമായി നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായ വഴിയാണ് മുദ്രകൾ. മുദ്രകളുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇവ ശരീരത്തിലെ ഊർജപ്രവാഹത്തിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങളാണ്. ഇവ ആത്മീയതയിലേക്കുള്ള ചാലകങ്ങളാണ് എന്ന് പറയാം. പഞ്ചഭൂതങ്ങളെ സന്തുലനമാക്കുന്നു, പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നുണ്ട്, നാഡീഞരമ്പുകളെ ശുദ്ധീകരിക്കുന്നു, ശരീരത്തിലെ ഊർജപ്രവാഹം തടസ്സമില്ലാതെ ഒഴുകുവാൻ സഹായിക്കുന്നുണ്ട്. മരുന്നുകൾക്കൊന്നും കഴിയാത്ത തലത്തിൽ അവ മാനസികമായും ശാരീരികമായും ആത്മീയ തലത്തിലും ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട്. മുദ്രകൾ ശരീരത്തിലെ ഗ്രന്ഥികളെ സ്വാധീനിക്കുകയും ഹോർമോണുകളുടെ ഉൽപ്പാദനം ക്രമീകരിക്കുകയും ചെയ്യുന്നു. 7 പ്രധാന ചക്രങ്ങളെയും നിയന്ത്രിക്കുന്നത് വഴി ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സഹായിക്കുന്നുണ്ട്. ഇതിനാലാണ് ഋഷീശ്വരന്മാരുടെയും മറ്റും ചിത്രങ്ങളിൽ ഇവർ മുദ്രകളിൽ ഇരിക്കുന്നത് നമ്മൾ കാണുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഗ്യാൻമുദ്രയിലാണ് അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ഗ്യാൻമുദ്ര എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയുന്ന ചിന്മുദ്ര. സാധാരണയായി മുദ്രകൾ ഇരുന്നോ നടന്നോ കിടന്നോ ചെയ്യാമെങ്കിലും ചില മുദ്രകൾ ഇരുന്ന് ചെയ്താലാണ് കൂടുതൽ ഗുണം ലഭിക്കുന്നത്. അതുപോലെ ചില മുദ്രകൾക്ക് സമയപരിധിയുണ്ട്. അതിൽ കൂടുതൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. സമയപരിധി സൂചിപ്പിക്കാത്ത മുദ്രകൾ സാധാരണയായി 45 മിനിറ്റാണ് ഒരു ദിവസം ചെയ്യേണ്ടത്. ഇത് 15 മിനിറ്റിൻ്റെ 3 തവണയായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ തുടർച്ചയായി 45 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ചെയ്യാം. ഏത് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കൈ കൊണ്ട് ജോലി ചെയ്യുകയാണ്, മറ്റേ കൈ കൊണ്ട് നമുക്ക് ഈ മുദ്രകൾ പിടിക്കാം. 2 കൈയിലും മുദ്രകൾ പിടിക്കുമ്പോഴാണ് കൂടുതൽ ഫലം ഉണ്ടാകുന്നത്. അതായത് ഒരു കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഫലം പകുതിയേ ലഭിക്കുകയുള്ളൂ എന്ന് പറയും. ഇടതു കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഫലം വലതുവശത്തും വലതു കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഫലം ഇടതുവശത്തുമായിരിക്കും അനുഭവപ്പെടുക. അതുപോലെ ദീർഘശ്വാസം എടുത്ത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും.
വയറുവേദന, ചെവിവേദന, ഹൃദയവേദന എന്നിവയെല്ലാം പെട്ടെന്ന് ഫലം കാണാമെങ്കിലും ദീർഘസ്ഥായിയായ രോഗങ്ങളിൽ 1 മാസം മുതൽ 45 ദിവസം വരെ ചികിത്സ തുടർന്നാലേ ഫലം കാണുകയുള്ളൂ. വേദനയുള്ളപ്പോൾ വായു, ശൂന്യം, ലിംഗ, അപാൻ മുദ്ര ഇവയിലേതെങ്കിലും മുദ്രകൾ പരിശീലിക്കാം. ഇതൊക്കെയും തുടർന്ന് ലഭിക്കും. ഇരു കൈകളാലും വ്യത്യസ്ത മുദ്രകൾ ചെയ്യാം. എന്നാൽ വിപരീത ഫലമുളവാക്കുന്ന മുദ്രകൾ ഇരു കൈകളിൽ പിടിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരു കൈ കൊണ്ട് പൃഥ്വിമുദ്രയും മറു കൈ കൊണ്ട് സൂര്യമുദ്രയും ചെയ്യുന്നത് ഗുണകരമല്ല. കാരണം പൃഥ്വിമുദ്ര ഭാരം കൂടുന്നതിനാണെങ്കിൽ സൂര്യമുദ്ര ഭാരം കുറയ്ക്കുന്നതിനാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ തവണ തന്നെ പിടിക്കാൻ പാടില്ല. മുദ്രകൾ ശാരീരിക രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുക മാത്രമല്ല, ശാരീരിക, മാനസിക, ആത്മീയ ഉന്നമനം നൽകുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഓർമ്മശക്തി, ശ്രദ്ധ, IQ ലെവൽ, ഉയരം, ഭാരം എന്നിവ വർദ്ധിപ്പിക്കുന്ന മുദ്രകളും ചീത്ത ചിന്തകൾ, മാനസിക സമ്മർദ്ദം എന്നിവ കുറയ്ക്കുവാനുള്ള മുദ്രകളും ഉണ്ട്. ഇതിന് ഒട്ടും ചിലവില്ല എന്ന് മാത്രമല്ല, മുദ്രകൾ മരുന്നുകളോ ലബോറട്ടറി പരിശോധനകളോ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെയും നിങ്ങൾക്ക് പരിശീലിക്കാം. ആരോഗ്യം വർദ്ധിപ്പിക്കാം അതിലൂടെ. മുദ്രകൾ രോഗശമനം വരുത്തുക മാത്രമല്ല, നിങ്ങൾക്ക് ധനനഷ്ടവും വരുത്താതെ സഹായിക്കും. ഡോക്ടർ HS ഗുപ്ത എന്ന അലോപ്പതി ഡോക്ടർ പഞ്ചാബിലെ നവൻഷഹർ പട്ടണത്തിലുള്ള തൻ്റെ ക്ലിനിക്കിൽ മുദ്രചികിത്സയിലൂടെ ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികളെ ചികിത്സിച്ച് രോഗമുക്തരാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഹൃദ്രോഗങ്ങളിലും കേൾവിക്കുറവിനും വാതരോഗത്തിനും ഉറക്കമില്ലായ്മയ്ക്കും ആസ്മയ്ക്ക് അതുപോലെ സുഖപ്രസവത്തിന് പോലും മുദ്രകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓഷോധാര ആചാര്യയായ ഓഷോ റുഹാനിയും അവരുടെ നവൻഷഹറിലുള്ള ബ്ലഡ് ബാങ്ക് വഴി മുദ്രചികിത്സ പ്രചരിപ്പിക്കുന്നുണ്ട്. സദ്ഗുരു ഓഷോ സിദ്ധാർത്ഥജി മുദ്രകൾ അദ്ദേഹത്തിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലും പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട്. മുദ്രചികിത്സ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് സ്വയം ചികിത്സകരാകാമെന്നും ആരുടെ ചികിത്സയ്ക്കും വശംവദനാവേണ്ട എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ യജമാനനെന്ന് നമുക്കറിയാമെങ്കിലും ഓരോ നിമിഷത്തിലും നമ്മളത് മറന്നു പോവുകയാണ്. അതിനാൽ തന്നെ മുദ്രകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശാരീരിക, മാനസിക, ആത്മീയ ബോധപ്രാപ്തി ഉണ്ടാക്കാൻ സഹായിക്കും. ഇന്നിപ്പോൾ ഇവിടെ പറയുന്നത് മുദ്രയെ പറ്റിയാണ്. പ്രാൺമുദ്ര കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്, ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കും. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ജോലി ചെയ്യുന്നവർക്കും ഒക്കെയും ഏകാഗ്രതയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പ്രമേഹം നോർമലാക്കും. ഇതിനോടുകൂടി വേറെ കുറച്ച് മുദ്രകളും കൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രമേഹം നോർമലാകുന്നതാണ്. പ്രാൺമുദ്ര എങ്ങനെയാണെന്ന് നോക്കാം. ചെറുവിരലിൻ്റെയും മോതിരവിരലിൻ്റെയും അഗ്രങ്ങൾ തള്ളവിരലിൻ്റെ അഗ്രത്തോട് ചേർത്ത് പിടിക്കുക. ചെറുവിരലിൻ്റെയും മോതിരവിരലിൻ്റെയും അഗ്രങ്ങൾ തള്ളവിരലിൻ്റെ അഗ്രത്തോട് ചേർത്ത് പിടിക്കുക. അതായത് ഭൂതത്വവും ജലതത്വവും അഗ്നിയുമായി ചേരുമ്പോൾ വളരെയധികം ഊർജ്ജപ്രവാഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ തത്വങ്ങൾ തന്നെയാണ് ഭൂമിയിലെ മുഖ്യ ഊർജ്ജ സ്രോതസ്സുകൾ. ഇതിലേതെങ്കിലും ഒരു തത്വം എടുത്തു മാറ്റിയാൽ ഒന്നും നിർമ്മിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ഇതേപോലെ ഈ 3 വിരലുകളും ചേർത്ത് പിടിച്ചാൽ ശരീരത്തിൽ ഊർജ്ജ സംഭരണം ഉണ്ടാകുന്നുണ്ട്. അതായത് 2 തത്വമുദ്രകളായ ഇന്ദ്രമുദ്രയും പൃഥ്വിമുദ്രയും ചേർത്താണ് ഈ മുദ്രയുണ്ടാകുന്നത്. ഇവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രാണവായു ഹൃദയം മുതൽ ഖണ്ഡം വരെയുള്ള ഊർജ്ജപ്രവാഹം നിയന്ത്രിക്കുന്നു. ഈ മുദ്ര ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളിൽ ഒരു സന്തുലനം വരികയും ഈ ഭാഗത്തിലെ ഊർജ്ജപ്രവാഹത്തിലെ വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്നു. അതുപോലെ ഈ മുദ്ര രക്തക്കുഴലുകൾ വഴക്കമുള്ളതാക്കി തീർക്കുന്നു. ധമനിയിലെയും സിരയിലെയും തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കി രക്തചംക്രമണം സുഗമമാക്കുന്നു.
ചെറുവിരൽ ജലധാതുവിനെയും നിത്യ യൗവനധായിയായ ബുധൻ ഗ്രഹത്തെയും മോതിരവിരൽ ഭൂമിയെയും സൂര്യനെയും പ്രതിനിധാനം ചെയ്യുന്നു. മോതിരവിരൽ ശരീരത്തിലെ വിറ്റാമിൻ കുറവ് നികത്തുന്നു. ഈ മുദ്ര ചെയ്യുമ്പോൾ പൃഥ്വി, ഇന്ദ്ര മുദ്രകളുടെ ഫലങ്ങൾ ഒന്നിച്ച് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവശക്തി വർദ്ധിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. കാഴ്ചശക്തി വർദ്ധിക്കുവാനും കണ്ണുരോഗങ്ങൾ സുഖപ്പെടുത്തുവാനുമായി ഈ മുദ്ര വളരെയധികം ഉപയോഗിക്കാറുണ്ട്. ഈ മുദ്രയും ധ്യാൻ മുദ്രയും മാറി മാറി ചെയ്താൽ എത്ര ഉറക്കമില്ലെങ്കിലും ഉറക്കം ശരിയായി ലഭിച്ചു തുടങ്ങും. ധ്യാൻ മുദ്ര ഇതിനു മുന്നേയും ഇതിൽ വിവരിച്ചിട്ടുണ്ട്. എല്ലുകൾക്കും മാംസപേശികൾക്കും ശക്തിയും ഓജസ്സും നൽകുന്നതിലൂടെ ക്ഷീണം അകറ്റി ഇത് തളർവാദത്തിന് നല്ല പ്രതിവിധിയായി വർത്തിക്കാറുണ്ട്. പ്രമേഹം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയിൽ മറ്റു പ്രത്യേക മുദ്രകളോട് ചേർത്ത് ചെയ്താൽ വളരെയധികം ഗുണം ലഭിക്കുന്നു. ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിക്കും. ശരീരത്തെ പുഷ്ടിപ്പെടുത്തി ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്നു. മനസ്സിൽ നിന്നും അശുഭചിന്തകളെ മുഴുവനായി അകറ്റുന്നു. ഇച്ഛാശക്തി വർദ്ധിക്കുവാൻ സഹായിക്കുന്നു. ഇച്ഛാശക്തി വർദ്ധിക്കുമ്പോൾ വിട്ടുമാറാത്ത രോഗങ്ങളായ ആസ്മ, തളർവാദം ഇവയിലൊക്കെയും രോഗശാന്തി ഉണ്ടാകും. വിശപ്പിനെയും ദാഹത്തെയും നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. ഡെങ്കിപ്പനിയിൽ രക്തത്തിലെ പ്ലാറ്റ്ലെറ്റ് വർദ്ധിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രധാനമായി പറയുന്നതിൽ. ഈ മുദ്ര ശരീരത്തിൻ്റെ ഊർജ്ജനില പുനരുദ്ധീകരിച്ച് വളരെ പെട്ടെന്ന് രോഗശാന്തി വരുത്തുന്നു. എത്ര നേരം വേണമെങ്കിലും ആരോഗ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ മുദ്ര പരിശീലിക്കാം. യഥാർത്ഥത്തിൽ പ്രാൺമുദ്രയും ധ്യാൻ മുദ്രയും എല്ലാവരും ദിവസവും പരിശീലിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു മുദ്ര തുടർച്ചയായി ചെയ്തതിലൂടെ നഷ്ടപ്പെട്ട കാഴ്ച വീണ്ടെടുത്തവരുണ്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അതുപോലെ ഈ മുദ്ര തുടർച്ചയായി ചെയ്തതിന് ശേഷം തൻ്റെ കണ്ണടകൾ ഉപേക്ഷിച്ചവരുണ്ട്. നേത്രരോഗവുമായി ഏത് രോഗി തന്നെ സമീപിച്ചാലും നവൻഷഹറിലുള്ള ഈ ഡോക്ടർ ഈ മുദ്രയെ പറ്റിയാണ് ആദ്യം പറയാറുള്ളത്. 2-3 തവണ കണ്ണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടും കാഴ്ച വീണ്ടെടുക്കാൻ കഴിയാത്തവർക്ക് പോലും രാവിലെയും വൈകുന്നേരം ഓരോ മണിക്കൂർ നേരം ഈ മുദ്ര ചെയ്തപ്പോൾ കാഴ്ച വീണ്ടെടുക്കാനായത് പറയപ്പെടുന്നുണ്ട്. ബോധം നഷ്ടപ്പെട്ട് കോമയിൽ കിടന്ന രോഗികളിൽ പോലും കൈവിരലുകൾ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് ഈ മുദ്രയിൽ വെച്ചപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ബോധം തിരിച്ചു വന്നതായി പറയുന്നു. എല്ലാതരം കണ്ണുരോഗങ്ങൾക്കും ഒരു വരദാനമാണ് ഈ മുദ്ര എന്ന് പറയും. നമ്മുടെ ഋഷീശ്വരന്മാരും മറ്റും ഈ മുദ്രയിലിരുന്നാണ് തങ്ങളുടെ ഊർജം നിലനിർത്തിയത് എന്ന് പറയുന്നു. ദിവസങ്ങളോളം ധ്യാനത്തിൽ മുഴുകിയപ്പോൾ അവരുടെ പൈദാഹങ്ങൾ, അതായത് വിശപ്പും ദാഹവും അകറ്റാൻ ഇവർക്ക് സഹായകമായി ഈ മുദ്ര കൊണ്ട് എന്ന് പറയുന്നു. ഉപവാസം നടത്തുമ്പോൾ ഈ മുദ്ര ദിവസവും പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും 1 മണിക്കൂർ വീതം ഈ മുദ്ര പരിശീലിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ശാരീരിക മാനസിക നിലകളിൽ അടിസ്ഥാനമായ മാറ്റം അനുഭവപ്പെടുന്നതാണ്. ഈ മുദ്ര ചെയ്യുന്നവർ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കും, രോഗമുക്തരായി തീരുകയും ചെയ്യും. ഇന്ന് പ്രാൺമുദ്രയെ പറ്റിയാണ് വിവരിച്ചത്. ഇതുപോലെ ഇനി 79 മുദ്രകളുണ്ട്. അവയൊക്കെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോകൾ ഇനി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളെ മാനസികമായി ഉയർത്തി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പുരോഗതിയും ഒക്കെ ലഭിക്കുന്നതിനുള്ള ഒരു പ്രാക്ടീസസ് നൽകുന്ന വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അതായത് 8943202263 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഒന്നുകൂടി നമ്പർ പറയാം, 8943202263.